بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, പൊതുപരീക്ഷയിലെ തദ്രീസുൽ ഖുർആൻ എന്ന വിഷയത്തിലെ മുൻകഴിഞ്ഞ വർഷം വന്ന പരീക്ഷയിൽ വന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. ശരി ഉത്തരത്തിന് നേരെ അടയാളമിടുക. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു നാമം എന്ത്? അതിൻ്റെ ഉത്തരം നമുക്കറിയാം, സൂറത്തു ഷിഫാ. ചോദ്യം 2. അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ പിൻവാങ്ങിക്കളയുന്ന ദുർബോധകൻ എന്ന അർത്ഥത്തിലുള്ള പദമേത്? സൂറത്തു നാസിരിയാണത്. ഖന്നാസ് എന്നാണ് ആ വാക്കിനർത്ഥം. ഖുർആനിന്റെ മുന്നിൽ ഒരു ഭാഗത്തിന് സമമായ സൂറ ഏത്? സൂറത്തുൽ ഇഖ്ലാസ്. അബൂ ലഹബിന്റെ ഭാര്യയുടെ പേര് എന്തെന്നാണ്? ഉത്തരം ഉമ്മു ജമീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന സൂചനയുള്ള സൂറത്ത് ഏത്? അത് സൂറത്തു നസ്ർ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. കലർപ്പില്ലാത്ത വിധം തൗഹീദ് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന സൂറത്ത് ഏത്? സൂറത്തുൽ ഇഖ്ലാസ്. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്മുറക്കാർ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്മുറക്കാർ ആര്? ഉത്തരം കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രത്തിന്റെ പേരെന്ത്? ഖുറൈശ്. ചോദ്യം 9. കഅബ പൊളിക്കാൻ വന്ന ആനപ്പട താവളമടിച്ചത് എവിടെ? ത്വായിഫിലെ മുഹമ്മസ് എന്ന സ്ഥലത്ത്. മുഹമ്മസ്. ചോദ്യം 10. സൂറത്തുൻ നാസും സൂറത്തുൽ ഫലക്കും ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മുഅവ്വിദത്തൈനി. ഉത്തരം എഴുതുക. ചോദ്യം 11. തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം തൗഹീദ് എന്നാൽ സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അള്ളാഹു ഏകനാണെന്ന് സുദൃഢമായി ഉറച്ച് വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നാകുന്നു. ഒന്നും കൂടെ പറയാം. തൗഹീദ് എന്നാൽ സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അള്ളാഹു ഏകനാണെന്ന് സുദൃഢമായി. സൂറത്തു നസ്റിന് സൂറത്തു തൗദിയ എന്നും പേരുണ്ട്. അതിന്റെ കാരണം ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന സൂചന ഈ സൂറ അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കുകയും നുഅയ്തു ഇലയ്യ നഫ്സി, എനിക്കെൻ്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടു എന്ന് പറയുകയുമുണ്ടായി. ഈ കാരണത്താൽ ഈ സൂറയ്ക്ക് സൂറത്ത് തൗദിഅ, യാത്രയേപ്പ അധ്യായം എന്നും പേരുണ്ട്. ചോദ്യം 13. ഏത് ആക്ഷേപത്തിന് മറുപടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കൗസർ അവതരിപ്പിച്ചത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രന്മാരായിരുന്ന ഖാസിമും അബ്ദുള്ളയും ചെറുപ്പത്തിൽ തന്നെ മക്കയിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. ഇതിൽ മക്ക മുശ്രിക്കുകൾ സന്തോഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്ഥാനം ഏറ്റെടുത്തു നടത്താൻ സന്താനങ്ങളില്ലാതെ വാലറ്റു പോയവൻ എന്ന് പറഞ്ഞ് നബിയെ ആക്ഷേപിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി അള്ളാഹു അവതരിപ്പിച്ച സൂറയാണിത്. ഒന്നും കൂടെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രന്മാരായിരുന്ന ഖാസിമും അബ്ദുള്ളയും ചെറുപ്പത്തിൽ തന്നെ മക്കയിൽ വെച്ചു മരണപ്പെട്ടിരുന്നു. ഇതിൽ മക്ക മുശ്രിക്കുകൾ സന്തോഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്ഥാനം ഏറ്റെടുത്ത് നടത്താൻ സന്താനങ്ങളില്ലാതെ വാലറ്റു പോയവൻ എന്ന് പറഞ്ഞ് നബിയെ ആക്ഷേപിക്കുകയും ചെയ്തു. ഇതിനു മറുപടിയായി അള്ളാഹു അവതരിപ്പിച്ച സൂറയാണിത്. ചോദ്യം 14. മതനിഷേധികളുടെ അടയാളങ്ങളായി സൂറത്തുൽ മാഊനിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം? മതത്തെ നിഷേധിക്കുന്നവർ, കളവാക്കുന്നവർ, അനാഥകളെ അവഗണിക്കുക, ദരിദ്രർക്ക് ആഹാരം നൽകുകയോ അതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യാത്തവർ, നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാവുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക, പരോപകാര വസ്തുക്കൾ അന്യോന്യം കൊടുക്കാതിരിക്കുക എന്നിവയാണ് മതനിഷേധികളുടെ അടയാളമായി അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 15. കഅബ പൊളിക്കാൻ വന്ന ആനപ്പടയെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെ? സമുദ്രഭാഗത്തു നിന്ന് ഒരു തരം ചെറിയ പക്ഷികൾ കൂട്ടം കൂട്ടമായി വന്ന്
അവയുടെ ചുണ്ടിലും കാലുകളിലുമായി വഹിച്ചിരുന്ന ചെറിയ കല്ലുകൾ ആനപ്പടയുടെ മേൽ വർഷിച്ചു. ചുട്ടുപഴുത്ത ആ കല്ലുകൾ വീണ് അബ്രഹത്തും സൈന്യവും ആകെ നശിച്ചു. ഒന്നുകൂടെ പറയാം. സമുദ്രഭാഗത്തുനിന്ന് ഒരു തരം ചെറിയ പക്ഷികൾ കൂട്ടം കൂട്ടമായി വന്ന് അവയുടെ ചുണ്ടിലും കാലുകളിലുമായി വഹിച്ചിരുന്ന ചെറിയ കല്ലുകൾ ആനപ്പടയുടെ മേൽ വർഷിച്ചു. ചുട്ടുപഴുത്ത ആ കല്ലുകൾ വീണ് അബ്രഹത്തും സൈന്യവും ആകെ നശിച്ചു. നമുക്കിനി 16-ാമത്തെ ചോദ്യവും ഉത്തരവും പഠിക്കാം. ആശയം എഴുതാനാണ്. ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഫവൈലുൽ മുസല്ലീൻ ഒരു വിഭാഗം നമസ്കാരക്കാർക്ക് നാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അവർ അവരുടെ നമസ്കാരത്തെ പറ്റി അശ്രദ്ധരാണ്. സൂറത്ത് ചോദ്യം 17. സൂറത്ത് പൂർത്തിയാക്കുക. ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 18-ാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം എഴുതുക. 4 വേർഡുകളാണ് അവിടെയുള്ളത്. സൂറത്തുൻ, ഫാത്തിഹ, ഇസ്മ, ആയത്ത് എന്നീ 4 വാക്കുകളാണ് അർത്ഥം എഴുതാനുള്ളത്. സൂറത്ത് എന്ന് പറഞ്ഞാൽ അധ്യായം. ഫാത്തിഹ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാരംഭം. ഇസ്മ എന്ന വേടിൻ്റെ അർത്ഥം നാമം. ആയത്ത് എന്ന് പറഞ്ഞാൽ സൂക്തം. മക്കിയ ചോദ്യം 20, 19. മക്കിയ മദനിയ തമ്മിലുള്ള വ്യത്യാസം എന്ത്? വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകൾ 2 വിഭാഗമാണല്ലോ. ഒന്ന് മക്കിയ, മറ്റൊന്ന് മദനിയ. ഈ തമ്മിലുള്ള വ്യത്യാസം എന്ത്? അതിൻ്റെ ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ചിട്ടുള്ള സൂറത്തുകൾക്ക് മക്കിയ എന്നും ഹിജറയ്ക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾ മദനിയ എന്ന പേരിലും അറിയപ്പെടുന്നു. ഒന്നും കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജറയ്ക്ക്, ചുരുക്കത്തിൽ ഹിജറയ്ക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾക്ക് മക്കിയ എന്നും ഹിജറയ്ക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾക്ക് മദനിയ എന്നും പറയുന്നു. ചോദ്യം 20. സൂറത്തുൽ ഫലക്കിന്റെ ഉള്ളടക്കം എഴുതുക. ഉത്തരം, പ്രഭാതത്തിന്റെ റബ്ബിനോട് അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ഉപദ്രവത്തിൽ നിന്നും ഇരുട്ടുമൂടിയ അന്ധകാര നിബിഡമാകുമ്പോഴുള്ള രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും കെട്ടുകളിൽ മന്ത്രിച്ച് ഊതുന്ന മാരണക്കാരുടെ ഉപദ്രവത്തിൽ നിന്നും അസൂയ കാണിക്കുമ്പോൾ അസൂയാലുവിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അഭയം തേടുന്നു എന്ന് നബിയെ താങ്കൾ പറയുക. ചോദ്യം 21. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുടുംബാദികളെ സഫാ മലയിൽ വിളിച്ചു കൂട്ടിയ സംഭവം വിവരിക്കുക. വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ. നബിയെ താങ്കൾ താങ്കളുടെ അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബാദികളെ സഫാ മലയിൽ വിളിച്ചു വരുത്തി. ഈ മലയുടെ പിറകിൽ ശത്രു സൈന്യം നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. സത്യമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത താങ്കളുടെ വാക്ക് തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും എന്ന് ഒരേ സ്വരത്തിൽ അവർ മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വരാനിരിക്കുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയിൽ നമുക്ക് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മാത്രമല്ല, ഇതൊരു മുൻകഴിഞ്ഞ വർഷത്തിൽ വന്ന ഒരു ചോദ്യപേപ്പറാണ്. നന്നായി പാഠം തദ്രീസ് വായിച്ച് പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.